എല്ലാരും വരും ഓടണ്ട ഓണത്തിനായിട്ട് വൈകി എണിച്ച് പോവുകയാണ്. എവിടെ താമസിക്കുന്ന? മണ്ണാമൂല. മണ്ണാമൂല. പേരൂർക്കട മണ്ണാമൂല. ആ സെയിം സ്ഥലം. അമ്മയും മോളുമാണ്. മങ്കാട്ടോടയില്. മങ്കാട്ടോടത്തില്ല. ഇവിടെ നല്ല പരിചയം മോളെ കണ്ടിട്ട്. മങ്കാട്ടോടയില്ല അല്ലേ? ശരി. വേറെ ഉണ്ട്? അമ്മയുണ്ടോ? വേറെ ആരുണ്ട് കൂടെ? അമ്മയുണ്ട്. വേറെ ഉണ്ട്? അമ്മയുണ്ടോ? ആരും കൂട്ടാത്ത കറി എന്താണ്? ആരും കൂട്ടാത്ത കറി വച്ചാൽ ആരും കൂട്ടില്ല. ആ കറി എന്താണ്? എന്താ പഠിച്ചോണ്ട് വരുവാണ് ഇതൊക്കെ? സത്യം പറഞ്ഞ രണ്ടെണ്ണം കൂടെ കൂട്ടുകറി എല്ലാരും കൂട്ടില്ല. ഞാൻ ഒരുപാട് കഴിക്കും കൂട്ടുകറി. കല്യാണ സ്ഥലത്തേക്ക് ആദ്യം പേര് കൂട്ടുകറി നമ്മൾ തൊട്ട് കഴിക്കുന്നത്. നരലോകം, സ്വർഗലോകം, പാതാളലോകം. ഈ കറി ഇല്ലെങ്കിൽ നിങ്ങൾ ആരും ഒരു ദിവസം ചായ പോലും കുടിക്കൂല. നിനക്ക് ഭാവിയിൽ എന്താകാനാണ് ആഗ്രഹം? എനിക്ക് പോലീസായ കൊള്ളാമെന്നുണ്ട്. എങ്ങനെയുണ്ടത്? കുഴപ്പമില്ല, നിന്റെ ഇതിൽ നീ പോലീസ് ആവും. നീ മീൻ കറിയല്ല. നിങ്ങളോ ആരും കൂട്ടാത്ത കറി? ആറിന്റെ പട്ടിക ചൊല്ലിയേ. ഒരാറ്, രണ്ടാറ്, മീനച്ചിലാറ്, പമ്പയാറ്. അവളെ പോയത് നിമിത്തം എന്റെ നെഞ്ചത്തൊട്ട് ഒരൊട്ടെ ഇരിക്കട്ടെ. ഒരു 16 ഒരൊട്ടെ 8 പയറ്റട്ടെ. ആരോട് പയറ്റട്ടെ? പയറ്റട്ടെ. ബേക്കറി. ആ ഫ്രണ്ട് ഇരിക്കല്ല ബ്രെഡ്. ബേക്കറി കറക്റ്റ്. ശരി, രണ്ടാമത് വേറൊരു ചോദ്യം ചോദിക്കട്ടെ. ഏറ്റവും കൂടുതൽ വേദനിക്കുന്ന രാജ്യം? ഏറ്റവും കൂടുതൽ വേദനിക്കുന്ന രാജ്യം? 3 ജില്ലകളുടെ പേര് പറഞ്ഞു. കൊല്ലത്തില്ല. കൊള്ളത്തില്ലയോ? കൊല്ലം ജില്ല, പത്തനംതിട്ട ജില്ല, വോൾട്ടേജ് ജില്ല. ആർക്ക്? അല്ല, ആർക്ക് വോൾട്ടേജ് ജില്ല? കോട്ടയം ജില്ല. നമുക്ക് പരിഗണിക്കാം. നമുക്ക് വിഷമം മാറ്റാൻ കറക്റ്റ് ഉത്തരവാണ്. സ്പെയിനാണ്. പിന്നെ നമ്മുടെ ദേശീയ മൃഗം ഏതാ? യൂത്ത് ഫെസ്റ്റിവലിനെ നമ്മള് ജനറൽ കോളേജിന് ചേരാൻ പറ്റുമോ ഈ ചോദ്യ ഉത്തരങ്ങള്? ദേശീയ മൃഗം ടൈഗറിന് ആദ്യമേ ഇവിടെ പറഞ്ഞു. കടുവ. ശരി തന്നെയാണ്. ഇനി ഒരു ചോദ്യം കൂടി ചോദിച്ചിട്ട് നമ്മുടെ സംസ്ഥാന മൃഗം ഏതാ? മാന്യ സദസ്യന് എന്റെ കൂപ്പുകൈ. സംസ്ഥാന മൃഗം. ഇതോടുകൂടി എന്റെ വാക്കുകൾ ഉപസംസ്കരിക്കുന്നു. കറക്റ്റ് ഉത്തരം സംസ്ഥാന മൃഗം. നീ ഏത് സ്കൂളിൽ പഠിക്കുന്ന? സംസ്ഥാന മൃഗം കാക്കയെന്ന് പഠിക്കാം. കാക്കയുടെ നിറം എന്താണ്? കറുപ്പ്. ആ കാക്കയ്ക്ക് എന്തൊക്കെയുണ്ട്? ഒരു പാൻകാവ്, ഏത്തങ്കാവ്, തിരിച്ചൽക്കാവ്. അതേത് കാക്കയ്ക്കാടാ? സുലൈമാൻ കാക്ക. മൃഗമാണോ? ആന. തിരുമല കല്ലൂസ് ഫാഷൻ നൽകുന്ന ഒരു സമ്മാനം. അത് അവിടെ പോവുക. 20% ഡിസ്കൗണ്ട് കൂടി നിങ്ങൾക്ക് എന്ത് സാധനങ്ങളും മേടിക്കാം. അതെന്തായാലും ബേക്കറി പറഞ്ഞല്ലേ. തൃശ്ശൂർ ഗ്രേസികളുടെ സമ്മാനം 70% പണിക്കൂലിയുടെ. അവിടെ പോയ ഏത് സ്വർണ്ണത്തിൽ 70% പണിക്കൂലി കുറവാണ് കേട്ടോ. കുന്നിൽ സൂപ്പർ മാർക്കറ്റ് നൽകുന്ന വേറൊരു സമ്മാനം. അവിടെ പോകുമ്പോൾ 250 രൂപയുടെ സാധനം 25 ഐറ്റം 149 രൂപയ്ക്ക് കിട്ടും. അവിടെ പോയി തീർച്ചയായും മേടിക്കാം. പിന്നെ രഞ്ജിനി ഇൻഡസ്ട്രീസിന്റെ ഒരു സമ്മാനമായി ആന പറഞ്ഞതല്ലേ. അവിടെ പോയിട്ട് ഫർണിച്ചർ മേടിക്കുമ്പോഴേ 60% ഡിസ്കൗണ്ട് അങ്ങ് അവർ വന്നേക്കും. എന്തൊരു ഫർണിച്ചർ മേടിച്ചാലും എപ്പോഴും പോയാലും കിട്ടും കേട്ടോ. ഇതിന് പുറമെ മക്കൾ വാ, നിങ്ങളെല്ലാം കൂടി ചേർന്ന് ഒരു ഫലൂട കലക്കി എങ്കിൽ കുടിച്ചോളാം. കുന്നിൽ സൂപ്പർ മാർക്കറ്റ് നൽകുന്ന PK ഫൈലിന്റെ ഫലൂട. ഓക്കെ, റെഡി മിക്സ് ആണ്. ഓക്കെ അല്ലേ? ഹാപ്പി അല്ലേ? ശരി, ഓക്കെ ബൈ. ഒരു ചെറിയ 2-3 കുസൃതി ചോദ്യങ്ങൾ നമുക്കൊന്ന് കൂടിയാലോ? സമ്മാനം കിട്ടും. പിന്നെ സമ്മാനമൊക്കെ തരാം. ഒരിക്കലും പറക്കാത്ത കാക്കയാണ്. ക്ലൂ. നീ ഒരിക്കലും പറക്കാത്ത കാക്കയ്ക്കും ക്ലൂ വേണോ? വേണം. എന്തെങ്കിലും ഒരു ചെറിയ ക്ലൂ. ഇവിടെ തന്നെ കുറെ കാക്കകളിവിടെ കാണുമായിരിക്കും. ഇല്ല, ഞാൻ ഇന്നപ്പോ മകളൊക്കെ നോക്കുമ്പോ കുറെ കാക്കളി. ഇക്കാക്ക. അമ്മയെ ബഹുമാനത്തോടെ ഇരിക്കാൻ പറയുന്ന രാജ്യം? അമ്മയെ ബഹുമാനത്തോടെ ഇരിക്കാൻ പറയുന്നത് മദർലാൻഡ്. ഇതന്നെ ഞാൻ ഒരു കളിക്കും കൂട്ടാത്തത്. ഞാൻ കളിക്കുന്നില്ല. പോടാ. മദർലാൻഡ്. അത് ഏത് രാജ്യം? എനിക്ക് നെതർലാൻഡ് ഞാൻ കേട്ടിട്ടുണ്ട്. മദർലാൻഡ് എവിടെയാണ്? ആ രാജ്യത്ത് ഞാനും അവനും കൂടി ഒരു പാസ്പോർട്ട് നമ്മൾ റെഡിയാക്കി പോകും. ആ രാജ്യം എനിക്ക് ഒന്ന് കാണണം. നമ്മളെ ഭൂഖണ്ഡം അല്ല. അല്ല അല്ല, വേറെ ഭൂഖണ്ഡമാണ്. അത് ഏതാണ് ആ ഭൂഖണ്ഡം? ഭൂഖണ്ഡത്തിൽ സ്ഥിതി ചെയ്യുന്ന രാജ്യം. കവലെ നിന്നാ കേൾക്കാമല്ലോടാ നിന്റെയൊക്കെ ബഹളം. പഠിക്കുന്ന കാര്യത്തിൽ ഇത്ര ശ്രദ്ധയുണ്ടോ നിനക്കൊക്കെ? ഭൂഖണ്ഡം എന്ന് പറഞ്ഞാൽ എന്താണെന്നാ അറിയില്ല. ആരും കയറാത്ത ബസ്സെങ്കിലും പറയണേ.
ഓ ആരും കയറാത്തൊരു ബസ് ഈ തിരുവനന്തപുരം സിറ്റിക്കകത്ത് ആരും കയറാത്തൊരു ബസ്സെങ്കിലും പറ നിങ്ങള് ഏത് ബസ്? നിന്നെ ഞാൻ നോട്ടപ്പുള്ളിയാക്കി വെച്ചിരിക്കോ കേട്ടോ. ഇന്നലെ കൂടെ വന്നല്ലേ ഉള്ളൂ. വീട്ടിൽ അമ്മ എല്ലാ കറികളൊക്കെ വയ്ക്കുമല്ലോ, ആരും കൂട്ടാത്തൊരു കറി പറ. പച്ചക്കറി വെച്ചാല് ബാക്കി കറികൾ ഉണ്ടാക്കണം. പച്ചക്ക് കറിയാ ഇവിടെ പച്ചക്ക് വെണ്ടയ്ക്കയും കത്തിരിക്കയും എന്നിട്ട് ആൾക്കാർ ഒരുപാട് പേരുണ്ട്. പുളിങ്കറിയല്ല. ശതകാകളി വൃത്തത്തിൽ രണ്ടാം പാതയിൽ രണ്ടക്ഷരം കുറഞ്ഞിടിൽ അതെന്തായിടും? കുസൃതി ചോദ്യമാണ്. ആരും കൂട്ടാത്ത കറി. നിങ്ങൾ ഇന്ന് ആ കറി ആരെങ്കിലും ഒരാൾ കൂട്ടി കാണും. കറി മതി അറിയാമോ? സത്യം എനിക്കറിയാം. ചെലന്തി കടിച്ചാന്നോ മഞ്ഞപ്പിത്തത്തിന്റെയാണോ? പേര് ദീപ, ദീപ, ശ്രീലക്ഷ്മി, ശ്രീലക്ഷ്മി, ശ്രീ പാർവതി, ശ്രീ പാർവതി, പ്രദീപ്. ഇപ്പൊ എന്താ പഠിക്കാൻ മോള്? പ്ലസ് 2 കൊമേഴ്സ്, 9ാം ക്ലാസ്സിൽ. 9ാം ക്ലാസ്സിൽ. ശരി, ഞാനൊരു ചോദ്യം ചോദിക്കാം. 2-3 കുസൃതി ചോദ്യം. ആരും കയറാത്ത ബസ് ഏതാണ്? ആരും കയറാത്ത ബസ് ബോംബസ്. കോമ്പസ് ആരും കയറൂല. കോമ്പസിനകത്ത് ആരും കയറില്ല. കറക്റ്റ് ഉത്തരം ഞാൻ പറയൂല. 10ാം ക്ലാസ് കഴിയുമ്പോഴൊക്കെ നമ്മൾ പലയിടത്തും നമ്മൾ ചിലപ്പോൾ ചോദിക്കും ഈ ബസ് എങ്ങനെയാണ് സിലബസ്. ചില ഇരിക്കാൻ പറയുന്ന രാജ്യമാണ് അമേരിക്ക. മുന്തി കഴിഞ്ഞോ? മുന്തി കഴിഞ്ഞെങ്കിൽ അവിടെ ഇരി. എന്തിനു പഠിക്കാൻ വരുവാടാ? എനിക്കറിയത്തില്ല. എന്താ പ്രദീപ്, നീ പറഞ്ഞ ഉത്തരം തെറ്റല്ല, ശരിയാണ്. അവിടെ പറഞ്ഞാൽ തെറ്റിപ്പോയി. അമ്മ ഇരിക്കുക, അമേരിക്ക. ശരിയല്ലേ? എന്തായാലും ഇത്രയും ചോദിച്ചത് ഒരു കാര്യം കൂടി ചോദിക്കാം. കേരളത്തിലെ ഏറ്റവും വലിയ അണക്കെട്ട് എവിടെ? അവിടെ ചെറുതായിട്ട് തെറ്റിയോ എന്നൊരു സംശയം. ഇങ്ങോട്ട് പോപ്കോൺ തിന്നാ. 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന പിള്ളേരാണ്. ഇങ്ങോട്ട് തിരികെ നോക്കട്ടെ. ഏറ്റവും വലിയ അണക്കെട്ട് എവിടെയാണ്? കേരളത്തിലെ ഏറ്റവും വലിയ അണക്കെട്ട്. +1 പഠിക്കുന്നതാണോ? ഇപ്പൊ പൊട്ടണ കുറെ കഴിഞ്ഞ് പൊട്ടണോ? എവിടെയെങ്കിലും വർക്ക് ചെയ്യുന്നുണ്ടോ? എവിടെയാണ്? പ്രൊഫസറാണ്. അപ്പൊ അതുകൊണ്ട് ആ ചോദിച്ച ഉത്തരം ശരിയെന്ന് ഞാൻ സമ്മതിക്കുന്നു. മലമ്പുഴ തന്നെയാണ് കേരളത്തിലെ ആദ്യത്തെ അണക്കെട്ട്. ഓക്കെ ആയില്ലേ? സന്തോഷമായില്ലേ? എന്നാലും ഒരു കാര്യം കൂടി എനിക്ക് ചോദിക്കാനുണ്ട്. ചോദിക്കട്ടെ, ആരും കൂട്ടാത്ത കറി ഏതാണ്? കൂട്ടുകറി. നീ എല്ലാം കൂടെ എന്നെ നെഞ്ചത്തോട്ട് വെക്കുക. സദ്യക്ക് വെച്ച് നമ്മളാരും തൊട്ടൊക്കെയല്ല, കഴിക്കുക പോലുമില്ല കൂട്ടുകറി. ഇവർക്ക് ഭയങ്കര ഇഷ്ടമാണ് ആ കറി. അവളെ കാണാൻ പറയാം അവർക്ക് ഇഷ്ടപ്പെട്ട കറിയാണത്. നിനക്കും ഉണ്ട്, പക്ഷെ നിനക്ക് അത്രയില്ല, കുറച്ച് ഇഷ്ടമുള്ളൂ. ഇവർക്ക് ഭയങ്കര ഇഷ്ടമാണ് ആ കറി. തെളിവ് സഹിതം എപ്പോഴും നമ്മളെ കൈവശം ഉണ്ട് ഇഷ്ടപ്പെട്ട കറി എന്താണെന്ന്. കറി വാങ്ങിക്കാനായിട്ട് അല്ലെങ്കിൽ കറി എടുക്കാനായിട്ട് മലക്കറി. ആരും കൂട്ടാത്ത കറി മലക്കറി. ഇഞ്ചിക്കറി. അതെനിക്ക് വാതകമല്ല. തോറ്റല്ലോ, ഒരു സമ്മാനം കുറയും. ബേക്കറി. തേച്ചിട്ട് പോയോ? ഹെഡ്സെറ്റ് ഇല്ലയോ? തിരുമല രഞ്ജിനി ഇൻഡസ്ട്രീസ് നൽകുന്ന ഒരു ഫർണിച്ചർ ഷോറൂമാണ്. ഇൻഡസ്ട്രീസിന്റെ ഹോം അപ്ലയൻസ് ഫർണിച്ചർ എല്ലാം ഉണ്ട്. അവിടെ വരുമ്പോൾ 60% ഡിസ്കൗണ്ട് സാധനം ഉണ്ടാവും. അവിടെ ഈ പൂജ സ്പെഷ്യലായിട്ട് ഞങ്ങൾ ദൃശ്യമായിട്ട് എടുക്കുന്ന 60% ഡിസ്കൗണ്ട് ഉള്ള സാധനം മേടിക്കാം അവിടെ പോയാൽ. തിരുമല കുന്നിൽ സൂപ്പർ മാർക്കറ്റ്, അരയിലൊരു ഭാഗത്ത് കുന്നിൽ സൂപ്പർ മാർക്കറ്റ് എന്ന് പറയുന്ന ഒരു സ്ഥാപനമുണ്ട്. ആ സ്ഥാപനത്തിൽ 25 ഐറ്റം സാധനങ്ങൾ 300 രൂപയുടെ വില, ഏകദേശം 300 രൂപ വിലയുടെ സാധനം 149 രൂപയ്ക്ക് നമുക്ക് കിട്ടും. അതെന്തായാലും അവിടെ പോയി മേടിക്കുക. പിന്നെ തിരുമല തൃശ്ശൂർ ഗ്രേസ് ജ്വല്ലറിയിൽ ഓഫർ എല്ലാം കഴിഞ്ഞു. പൂജ വയ്പ് പ്രമാണിച്ച് 70% പണിക്കൂലി സൗജന്യമായി. 70% പണിക്കൂലി സൈഡിൽ സ്വർണ്ണാഭരണങ്ങൾ നിങ്ങൾക്ക് അവിടെ പോയിട്ട് കളക്ട് ചെയ്യാം. പിന്നെ കല്ലൂസ് ഫാഷൻ ജ്വല്ലറി തിരുമല പുത്തക്കട ജംഗ്ഷനിൽ കല്ലൂസ് ഉണ്ട്. ഏത് തുണിത്തരങ്ങൾ എടുത്താലും 20% ഡിസ്കൗണ്ട് കിട്ടും. അവിടെ പോയി മേടിക്കുക. അതിന്റെ കൂട്ടത്തില് ഒരു ചെറിയൊരു സമ്മാനം തിരുമല കുന്നിൽ സൂപ്പർ മാർക്കറ്റ് നൽകുന്ന ഫലൂഡ സ്ട്രോബെറിയുടെ മിക്സ് ആണ്. എന്തൊരു കൈ തരാ കൊച്ചു പിള്ളേരെ കുടിക്കട്ടെ. പിടിക്കണം പിടിയൊക്കെ പ്രദീപ് ഇപ്പോഴും മതിയാക്കാറായില്ലേ. ഒരു ഫലൂഡയാണ്. വേണമെങ്കിൽ ഒരു ശകല അര ക്ലാസ് അവർക്ക് 2 കൊടുക്കും, ബാക്കി നിങ്ങൾക്ക് കേട്ടോ. ഫ്രീ ആയില്ലേ? ഓക്കെ, സന്തോഷമല്ലോ. ശരി, ബൈ. ദൃശ്യം, നിങ്ങളുടെ വാർത്തകൾ നിങ്ങളുടെ ഭാഷയിൽ.